4 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. സ്ഥലത്ത് വലിയ പ്രതിഷേധം ഉയർത്തി നാട്ടുകാർ. പ്രതിയെ ആക്രമിക്കാനും അവിടെ ശ്രമമുണ്ടായി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായിട്ടുണ്ട്. സ്നേഹ, നാട്ടുകാരുടെ വലിയ രോഷം, ജനരോഷമാണ് നമ്മൾ കാണുന്നത്. അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ഞ് കൊല്ലപ്പെടുന്നു എന്ന അവസ്ഥയിൽ പോലും അടുത്ത് ഇങ്ങനൊരു വിവരം വരുമെന്നുള്ളത് നമ്മളെ വരെ വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങാനായോ, പൂർണ്ണമായും പൂർത്തിയാക്കി മടങ്ങാനായോ പോലീസിന്? എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അവിടെ ഉണ്ടായത്? അക്ഷയ, കഴിഞ്ഞ 1.5 കൊല്ലമായി ആ കുഞ്ഞ് ഇപ്പോൾ ഈ ഭൂമിയിലില്ല. പക്ഷേ ആ 4 വയസ്സുകാരിയെ ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കിയ പ്രതിയെ അല്പസമയം മുമ്പാണ് അയാളുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് പുത്തൻകുരിശ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ 1.5 കൊല്ലമായി ഇവരെല്ലാം കൂടി ഒരു കൂട്ടുകുടുംബമായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതി അത് മുതലെടുക്കുകയായിരുന്നു. ഇവിടെയാണ് ഈ കുഞ്ഞിനെ ലൈംഗികമായി ഇയാൾ ഉപദ്രവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഇന്നലെയായിരുന്നു ഈ പ്രതിയെ ഇവിടെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടിയിരുന്നത്. പക്ഷെ പ്രതിയുടെ അച്ഛൻ ഇന്നലെ പുലർച്ചെ മരണപ്പെടുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് സംഘർഷ സാധ്യതയുണ്ടാകാനും ഉള്ള സാധ്യതകളൊക്കെ തന്നെയും പോലീസ് കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ഇന്ന് ഈ പ്രതിയുടെ തെളിവെടുപ്പ് മാറ്റിവെച്ചത്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെയാണ് അവസാനിക്കാനിരിക്കുന്നത്. ഈ പ്രതിയെ ഈ സ്ഥലത്ത് തെളിവെടുക്കാൻ എത്തിച്ചപ്പോൾ ഈ പ്രദേശത്ത് ഈ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമായിരുന്നു കണ്ടിരുന്നത്. ഈ പ്രതിയെ ആക്രമിക്കാനുള്ള ശ്രമമൊക്കെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അവർ പറയുന്നതനുസരിച്ച് എന്തുകൊണ്ട് ഈ പ്രതിയുടെ മുഖം മറയ്ക്കുന്നു? ഈ തെളിവെടുപ്പിനായി ഈ പ്രതി ഈ സ്ഥലത്തെത്തിയപ്പോൾ സ്വന്തം കൈകൊണ്ട് മുഖം മറയ്ക്കുകയായിരുന്നു. ഈ മുഖം മറയ്ക്കരുത്, ഇയാളുടെ ഈ നരാധമന മുഖം ഈ നാട്ടുകാർ കാണണം, ഈ സമൂഹത്തിന് മുൻപാകെ കാണിക്കണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ മാധ്യമങ്ങളോടക്കം അവരത് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രേക്ഷകർ അടക്കം അറിയാൻ പറയുകയാണ്, ഇത് പോക്സോ കേസാണ്. ഈ പ്രതിയുടെ മുഖം കാണിക്കുന്നത് നിയമപരമായി ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഈ സ്ത്രീകളടക്കം ഈ പോലീസ് ജീപ്പിന്റെ അടുത്ത് ഓടിയെത്തി അവരുടെ രോഷപ്രകടനം, അവരുടെ ദേഷ്യവും വിഷമവും ഒക്കെ തന്നെയായിരുന്നു അവർ പ്രകടിപ്പിച്ചിരുന്നത്. തങ്ങൾക്കും ഇതുപോലെ ഇതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, എങ്ങനെ ഈ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ മനസ്സ് വന്നു എന്നായിരുന്നു അവർ ചോദിച്ചിരുന്നത്. കരഞ്ഞുകൊണ്ട് പോലീസ് ജീപ്പിനടുത്ത് ഓടി വന്ന അമ്മമാരൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന അനുഭവിച്ചായിരുന്നു ആ കുഞ്ഞ് ഈ ലോകത്തു നിന്നും പോയതെന്ന കാര്യമൊക്കെ നമുക്കറിയാം. കുഞ്ഞിനെ ആദ്യം കാണാതായി എന്ന് ഒരു വാർത്ത വരുന്നു. അതിനുശേഷം കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്യുന്നു. അംഗനവാടിയിൽ നിന്ന് കുഞ്ഞിന്റെ അമ്മയാണ് കുഞ്ഞിനെ കൊണ്ടുപോയതെന്ന് അറിയുന്നു. അമ്മയെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്ന കാര്യം അറിയുന്നത്. അതിനുശേഷം കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെയായിരുന്നു കുഞ്ഞിന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധു, അതായത് അച്ഛന്റെ സ്ഥാനത്തു നിന്നും അവളെ നോക്കേണ്ടിയിരുന്ന ഒരാൾ തന്നെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് ഞെട്ടിക്കുന്ന കാര്യം സമൂഹം അറിയുന്നു. അതിനുശേഷം അതിവിദഗ്ധമായി ഈ പോസ്റ്റ്മോർട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ കുഞ്ഞിന് ഈ പീഡനത്തിനിരയായിരിക്കാം എന്നൊരു സംശയം ഈ ഡോക്ടർമാർ പോലീസിനോട് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് ചില മുറിവുകൾ കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ കുഞ്ഞിന് പീഡനത്തിനിരയായിരിക്കാം എന്നൊരു സംശയം ഡോക്ടർമാർ പോലീസിനോട് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ സംസ്കാര ചടങ്ങുകൾക്കടക്കം ഈ പോലീസ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും മൗനം പാലിക്കുന്നു. അതിനുശേഷമായിരുന്നു ഈ പോലീസ് രഹസ്യമായി തന്നെ ഈ അന്വേഷണം നടത്തുന്നത്. 3 പേരെ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം മറ്റ് 2 പേരെ വിട്ടയച്ചു. അതിനുശേഷമാണ് ഈ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഈ കുഞ്ഞിനോട് ഈ ക്രൂരത കാട്ടിയത് സ്വന്തം അച്ഛന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധു ആണെന്നുള്ള കാര്യം അറിയുന്നത്. അതിനുശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ ഇയാൾ ഈ ചോദ്യം ചെയ്യലിൽ തന്നെ ഈ കുറ്റം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് നീണ്ട 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അയാൾ ഈ കുറ്റം സമ്മതിച്ചത്. ഒടുവിൽ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു, പോലീസിന് മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെയും പോലീസ് സംഭവത്തിലാണ് പ്രതിയുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയ സ്ഥലത്ത് വലിയ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു നാട്ടുകാർ. ആ വിവരങ്ങളാണ്, കേസിന്റെ പശ്ചാത്തലമാണ് സ്നേഹമോൾ നൈനാൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.